ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ UAE-ലും അതുപോലെ തന്നെ ഇന്ത്യയിലുമുള്ള ഐഫോണിൻ്റെ റേറ്റിനെ കുറിച്ചാണ്. അതായത് നമ്മളിൽ എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ ഇന്ത്യയിൽ ഐഫോണിൻ്റെ റേറ്റ് അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. അതായത് നമ്മുടെ UAE അഥവാ ദുബായി അപേക്ഷിച്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള റേറ്റ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യയിൽ ടാക്സ് ഉണ്ട്, പക്ഷേ UAE-ലാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഇല്ല. നമ്മുടെ UAE-ൽ വാറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഐഫോണിനും അത്യാവശ്യം നല്ല രീതിക്ക് റേറ്റ് ഇന്ത്യയിൽ കൂടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും UAE-ലും ഉള്ള ഐഫോണിൻ്റെ റേറ്റുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതായത് ഇന്ത്യയിൽ എത്രയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്, UAE-ൽ എത്രയാണ് റേറ്റ് വരുന്നത്, എത്ര രൂപ വ്യത്യാസം വരുന്നുണ്ട് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യമായിട്ട് ഐഫോണിൻ്റെ 14 സീരീസ് നോക്കാം. ഐഫോണിൻ്റെ 14 സീരീസിൽ പ്രോയും പ്രോ മാക്സും ഇപ്പോൾ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രോയും പ്രോ മാക്സും നമ്മുടെ ഓൺലൈനിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ ഐഫോണിൻ്റെ 14ഉം 14 പ്ലസും മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമേ 14നെ കുറിച്ച് നോക്കാം. ഗൈസ്, ഐഫോൺ 14ൻ്റെ UAE പ്രൈസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ദിറംസ് ആണ്. അതായത് ഇന്ത്യൻ മണിയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 47,000 രൂപയോളം വരും. അതായത് ഇതേ ഐഫോൺ 14 നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് 50,000 രൂപയാണ്. അതായത് ഐഫോൺ 14ൻ്റെ UAE-യും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3,000 രൂപയാണ്. ഇനി നമുക്ക് ഐഫോൺ 14 പ്ലസിൻ്റെ റേറ്റ് നോക്കാം. ഐഫോൺ 14 പ്ലസിന് UAE-ലെ റേറ്റ് എന്ന് പറയുന്നത് 2,649 ദിറംസ് ആണ്. അത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 62,000 രൂപ വരും. അതായത് ഇതേ ഐഫോൺ 14 പ്ലസ് നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കുകയെന്നുണ്ടെങ്കിൽ 70,000 രൂപയാണ് അതിന് എമൗണ്ട് വരുന്നത്. അതായത് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 8,000 രൂപയാണ്. ഗൈസ്, അടുത്തായിട്ട് നമുക്ക് ഐഫോൺ 15 സീരീസ് നോക്കാം. ഐഫോൺ 15 സീരീസിൻ്റെ എല്ലാ വേരിയൻറ്റും ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതായത് ഐഫോൺ 15, ഐഫോൺ 15 പ്ലസ്, 15 പ്രോ ആൻഡ് 15 പ്രോ മാക്സ്, ഈ 4 വേരിയൻറ്റ് നമുക്കിപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ റേറ്റുകൾ നോക്കാം. അതായത് ഇന്ത്യൻ റേറ്റും UAE റേറ്റും ഇത് തമ്മിലുള്ള ഡിഫറൻസും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, ഐഫോൺ 15ൻ്റെ UAE റേറ്റ് എന്ന് പറയുന്നത് 2,449 ദിറംസ് ആണ്. അതായത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 57,000 രൂപയാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. അതായത് ഇതേ ഐഫോൺ 15 നമ്മൾ ഇന്ത്യയിൽ നിന്നും എടുക്കുകയെന്നുണ്ടെങ്കിൽ 64,000 രൂപയാണ് എമൗണ്ട് വരുന്നത്. അതായത് ടോട്ടൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 7,000 രൂപയാണ്. ഗൈസ്, ഇനി നമുക്ക് ഐഫോൺ 15 പ്ലസിൻ്റെ റേറ്റ് നോക്കാം. ഐഫോൺ 15 പ്ലസിന് UAE-ൽ 2,699 ദിറംസ് ആണ്. അതായത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 63,000 രൂപയോളം വരും. അതേ ഐഫോൺ 15 പ്ലസ് നമ്മൾ ഇന്ത്യയിൽ നിന്നും എടുക്കുകയെന്നുണ്ടെങ്കിൽ 74,000 രൂപയാണ് എമൗണ്ട് വരുന്നത്. അതായത് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 11,000 രൂപയാണ്. അടുത്ത ഐഫോൺ എന്ന് പറയുന്നത് ഐഫോൺ 15 പ്രോ ആണ്. ഐഫോൺ 15 പ്രോയ്ക്ക് UAE-ൽ 3,499 ദിറംസ് ആണ്. ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 82,000 രൂപ വരും. ഇതേ ഐഫോൺ 15 പ്രോ നമ്മൾ ഇന്ത്യയിൽ നിന്ന് മേടിക്കുകയെന്നുണ്ടെങ്കിൽ 91,000 രൂപയാണ് എമൗണ്ട് വരുന്നത്. അതായത് ഇതിൻ്റെ ടോട്ടൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 9,000 രൂപയാണ്. അടുത്തതെന്ന് പറയുന്നത് ഐഫോൺ 15 പ്രോ മാക്സ് ആണ്. ഐഫോൺ 15 പ്രോ മാക്സിന് UAE-ൽ 3,949 ദിറംസ് ആണ് എമൗണ്ട് വരുന്നത്. ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 92,000 രൂപയാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത്. ഇതേ ഐഫോൺ നമ്മൾ ഇന്ത്യയിൽ നിന്ന് മേടിക്കുകയെന്നുണ്ടെങ്കിൽ 1,00,000 രൂപ വരും. അതായത് ഡിഫറൻസ് എന്ന് പറയുന്നത് 8,000 രൂപയാണ്. അപ്പോൾ ഗൈസ്, അങ്ങനെ ഐഫോൺ 14ൻ്റെയും ഐഫോൺ 15ൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് കാണാനായിട്ടുള്ളത് ഐഫോൺ 16 സീരീസ് ആണ്. ഐഫോൺ 16 സീരീസിൻ്റെ എല്ലാ വേരിയൻറ്റും ഇപ്പോൾ അവൈലബിൾ ആണ്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻ ആയതുകൊണ്ട് തന്നെ ഐഫോൺ 16 സീരീസിൻ്റെ എല്ലാ വേരിയൻറ്റും നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതായത് 16ഉം 16 പ്ലസും 16 പ്രോ ആൻഡ് 16 പ്രോ മാക്സ്, ഈ എല്ലാ വേരിയൻറ്റും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ റേറ്റിൻ്റെ ഡിഫറൻസും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, ഐഫോൺ 16 സീരീസിന് അതായത് ഐഫോൺ 16ന് UAE റേറ്റ് എന്ന് പറയുന്നത് 2,729 ദിറംസ് ആണ്. അതായത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 64,000 രൂപയാണ് എമൗണ്ട് വരുന്നത്. അതായത് ഇതേ ഐഫോൺ 16 നമ്മൾ ഇന്ത്യയിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ 75,000 രൂപയാണ് എമൗണ്ട് വരുന്നത്. അതായത് ഇതിൻ്റെ ടോട്ടൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 11,000 രൂപയാണ്. അടുത്തതെന്ന് പറയുന്നത് ഐഫോൺ 16 പ്ലസ് ആണ്. ഐഫോൺ 16 പ്ലസിന് UAE റേറ്റ് എന്ന് പറയുന്നത് 3,154 ദിറംസ് ആണ്. ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 73,500 രൂപയാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത്. ഇതേ ഐഫോൺ 16 പ്ലസ് നമ്മൾ നാട്ടിൽ നിന്നും അതായത് ഇന്ത്യയിൽ നിന്നും മേടിക്കണമെന്നുണ്ടെങ്കിൽ 85,000 രൂപയാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 11,500 ആണ്. അടുത്ത ഐഫോൺ എന്ന് പറയുന്നത് ഐഫോൺ 16 പ്രോ ആണ്. ഐഫോൺ 16 പ്രോയ്ക്ക് UAE റേറ്റ് എന്ന് പറയുന്നത് 4,189 ദിറംസ് ആണ്. അതായത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 98,000 രൂപയാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത്. ഇതേ ഐഫോൺ 16 നമ്മൾ ഇന്ത്യയിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ 1,22,000 രൂപയാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത്. അതായത് ടോട്ടൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 24,000 രൂപയാണ്.
അപ്പോൾ ഗൈസ് നമ്മൾ ലാസ്റ്റായിട്ട് പറയാൻ പോകുന്ന ഐഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഫോൺ 16 Pro Max ആണ്. ഐഫോൺ 16 Pro Maxൻ്റെ UAE റേറ്റ് എന്ന് പറയുന്നത് 4469 ദിറംസ് ആണ്. അതായത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1,04,000 രൂപയാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത്. ഇന്ത്യൻ മണിയിൽ അതായത് ഇന്ത്യയിൽ നിന്നും ഇതേ ഐഫോൺ 16 Pro Max നമ്മൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ 1,36,000 രൂപയാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത്. അതായത് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 32,000 രൂപയാണ്. അപ്പോൾ ഗൈസ് UAEയിലും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഐഫോണിൻ്റെ റേറ്റ് വ്യത്യാസവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതായത് ഏകദേശം 32,000-ഓളം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ 16 സീരീസിലോട്ട് കയറുമ്പോൾ 32,000 രൂപയുടെ വരെ ഡിഫറൻസ് നമുക്ക് ഐഫോണിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ ഐഫോണൊക്കെ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ UAEയിൽ നിന്ന് ഐഫോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അത്യാവശ്യം നല്ല രീതിക്കുള്ള റേറ്റ് വ്യത്യാസമുണ്ട്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ UAEയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും അവരെ കോൺടാക്ട് ചെയ്ത് അവരിലൂടെ നിങ്ങൾക്ക് ഫോൺ മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അതിനു മുമ്പ് ഒരു കാര്യം, അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് ഐഫോണിൻ്റെ ബേസ് വേരിയന്റിനെ കുറിച്ച് മാത്രമാണ്. ഐഫോണിൻ്റെ ഹൈ എൻഡ് വേരിയന്റ് വരെയുള്ള പ്രൈസ് വ്യത്യാസമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഐഫോണിൻ്റെ സെക്കൻഡ് ഹാൻഡ് റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് ദുബായിലെ ഐഫോണിൻ്റെ സെക്കൻഡ് ഹാൻഡ് റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള റിസർച്ചൊക്കെ നടത്തിയതിന് ശേഷം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതെങ്കിലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്ട് പോകണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്ക് ഏതെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.